അങ്ങനെ ഞങ്ങൾ ഇവനിക്ക് ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. ഇവന് കാർഡുകൾ എടുക്കാൻ പഠിച്ചു. കാർഡുകൾ നിരത്തി വെച്ച് പിക്ചറൈസേഷൻ ആദ്യം അവനെ പഠിപ്പിച്ചെടുത്തു. ഐ കോണ്ടാക്റ്റാണ് ആദ്യം നമ്മൾ നേടിയെടുത്ത്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് വാക്ക്മാനിൽ ഓരോ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഇവൻ ഉറങ്ങിക്കഴിയുമ്പോൾ ഒരു 100 പിക്ചറെങ്കിലും ഞാൻ ആദ്യം നിരത്തി വെക്കും. എന്നിട്ട് അത് വാക്ക്മാനിൽ ഞാൻ റെക്കോർഡ് ചെയ്യും. എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യും. ഇപ്പം തക്കാളി 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 എന്ന് ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ വാക്ക്മാനിൽ ഇത് റെക്കോർഡ് ചെയ്യും. അതേപോലെ ഓരോ പിക്ചറുകളും റെക്കോർഡ് ചെയ്യും. ഉമ്മ, ഉപ്പ, പച്ചമുളക്, അങ്ങനെ നമ്മുടെ കൺമുന്നിൽ എന്തെല്ലാം കാണുന്നുണ്ടോ അതൊക്കെ ഞാൻ പിക്ചറുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. പിക്ചറുകൾ സംഘടിപ്പിച്ചിട്ട് ഞാൻ വാക്ക്മാനിൽ അതെല്ലാം റെക്കോർഡ് ചെയ്യും. എന്നിട്ട് നിഹാലിന് ഞാൻ ഒരു സമയത്ത് അങ്ങനെ ചേർത്തി വെച്ചിട്ട് ആ സമയത്ത് ഈ വാക്ക്മാൻ ചെവിയിൽ വെച്ച് കൊടുക്കും. ആദ്യം ഞാനും വെക്കും, പിന്നെ അവനും വെക്കും. ഒരു ഭാഗം ഞാനും ഒരു ഭാഗം അവനും. എൻ്റെ മടിയിൽ അവനെ ഇരുത്തിയിട്ട് എന്നിട്ട് നമ്മൾ ഓരോ പിക്ചറുകൾ ഇതിൽ പറയുമ്പോൾ ഈ റെക്കോർഡ് പറയുമ്പോൾ അവൻ ഓരോ പിക്ചർ എനിക്ക് എടുത്ത് അത് ഞാൻ എടുത്തു കൊടുക്കും. ഇതാണ് പറഞ്ഞിട്ട് പിന്നീട് അവൻ ഇതിൽ ചെവിയിൽ അലട്ടി സംസാരിക്കണം ഇവർക്ക്. കാരണം ഇവർക്ക് ശ്രദ്ധയാണ് കുറവ്. അപ്പം നമ്മൾ ഈ വാക്ക്മാനൊക്കെ പറയുമ്പോൾ നല്ല അലർച്ചയോടെ സംസാരിക്കും, അലർച്ചയോടെ കേൾക്കുമല്ലോ. അപ്പോൾ ഇവൻ ഓരോന്ന് പിന്നീട് എനിക്ക് കാർഡുകളൊക്കെ ഇങ്ങനെ എടുത്തു തരാൻ തുടങ്ങി. ആദ്യമൊന്നും ഇല്ല, പിന്നെ അങ്ങനെ ഒരു 300 കാർഡെങ്കിലും ഇവൻ എനിക്ക് വാക്ക്മാനിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ എനിക്ക് ആദ്യം ഞാൻ ഓരോന്ന് എടുത്ത് കാണിച്ചു കൊടുക്കും. പിന്നെ അവൻ സ്വന്തമായിട്ട് വാക്ക്മാൻ ചെവിയിൽ വെച്ചിട്ട് ഓരോ കാർഡുകൾ അവൻ അത് കേൾക്കുന്ന മുമ്പ് അവൻ എടുക്കാൻ തുടങ്ങി. അവനക്ക് മനസ്സിലായി കാര്യങ്ങൾ ഇന്നതാണെന്നുള്ളത്. അവനക്ക് എല്ലാ പിക്ചർ നോക്കിയിട്ട് അവനക്ക് മനസ്സിലാകും. എല്ലാം തക്കാളി, ഉള്ളി, ഉമ്മ, ഉപ്പ, പിന്നെന്താ പറയുക, സൈക്കിള്, ബൈക്ക്, കാറ്, ബസ് ഒക്കെ അവൻ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ ഈ മൃഗങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പസിൽ വെച്ച് മനസ്സിലാക്കിയെടുത്തു. അവനെ ഓരോ മൃഗങ്ങളും ഒക്കെ പസിൽ വെച്ചിട്ട് അവനക്ക് മനസ്സിലാക്കിയെടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവനെ സൈക്കിളാണ് പിന്നെ അടുത്ത ലക്ഷ്യം ഞങ്ങൾ കൊണ്ടുവന്നത്. പിന്നെ സൈക്കിൾ ഞാൻ അവൻ ആദ്യം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഓട്ടിപ്പഠിപ്പിച്ചു, ഐ കോണ്ടാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അവൻ അതിൽ എനിക്ക് ശ്രദ്ധിക്കണമെന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ മെല്ലെ അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് പുറത്തോട്ട് മാറ്റിയിട്ട് ഞങ്ങൾ ഗ്രൗണ്ടിൽ കുറേശ്ശെ അവനിങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ചവിട്ടിക്കാൻ തുടങ്ങി. ഏകദേശം നമ്മൾ ഒരു ലെവലിൽ ഇങ്ങനെ കൊണ്ടുവരും. പിന്നെ അവനെ ഞാൻ ഊനാലയിൽ ഇരുത്തി പഠിപ്പിക്കും. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഊനാല കെട്ടിയിട്ട് അതിൽ കുറച്ച് സമയമെങ്കിലും ഇരുത്തിയിട്ട് മഞ്ചാടി കൊണ്ടൊരു കാസറ്റ് കിട്ടിയിരുന്നു. ആ മഞ്ചാടി കാസറ്റ് ഇടുമ്പോൾ അവനക്ക് അതിലിങ്ങനെ സ്റ്റോറി ചെയ്യണം അതിൽ. അപ്പോൾ ആ സ്റ്റോറി കേൾക്കുമ്പോൾ ഓരോ കുരങ്ങൻ്റെ, മയിലിൻ്റെ അങ്ങനെ ഓരോരോ സ്റ്റോറികളായിരിക്കും. അപ്പോൾ അതൊക്കെ കേൾക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിലൊക്കെ എനിക്ക് കുറച്ചെങ്കിലും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്, ആ കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ചിരിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ആ മഞ്ചാടിയിലൊരു പാട്ടുണ്ടായിരുന്നു, ലല്ലല്ല പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു. അവൻ പെട്ടെന്നൊരു ദിവസം ഊഞ്ഞാലിരിക്കുമ്പോൾ ആ പാട്ട് ഏറ്റു പാടാൻ തുടങ്ങി. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവന് അത് പെട്ടെന്ന് എടുത്ത് പാടാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാനത് ഇമ്പ്രൂവ് ചെയ്ത് ആ കാസറ്റുകളിലെ 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗം അങ്ങനെ പിന്നെ അവന് ഒരു പാട്ടുണ്ടായില്ല, മുട്ടോളം കയറിയല്ലോ ചോണനുറുമ്പ് കൊണ്ടൊരു പാട്ട്. ആ പാട്ട് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം കുരങ്ങൻ്റെ മേലെ ഉറുമ്പ് കയറുന്നതും അത് കടിക്കുന്നതും അവനത് റിപ്പീറ്റ് ചെയ്തൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ അവന് പിന്നെ അതിൻ്റെ മ്യൂസിക് ഇങ്ങനെ മൂളിപ്പാടാൻ തുടങ്ങി. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു സംഭവമായിരുന്നു. പിന്നെ അവൻ എന്നെ ഉമ്മ വിളിച്ചു, ഉപ്പ വിളിച്ചു. പിന്നെ ഓരോ കാര്യം 2 വാക്കുകൾ 3 വാക്കുകളൊക്കെ അവൻ സംസാരിക്കാൻ തുടങ്ങി. പിക്ചർ നോക്കിയിട്ട് പേര് പറയാൻ ഇങ്ങനെ തക്കാളിനെ തത്താളി എന്നൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ ഞങ്ങളിങ്ങനെ എന്താ പറയുക, ദിവസം അവനിക്ക് ഹോമിയോ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്ദകുമാറിൻ്റെ ഹോമിയോ മരുന്ന് ഞങ്ങൾ 2 കൊല്ലത്തോളം കൊടുത്തിട്ടുണ്ടായിരുന്നു, നാക്കിൻ്റെ കനം കുറയാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ അവനിങ്ങനെ ഓരോന്ന് ലെവലായി. അങ്ങനെ ഞങ്ങൾ അവനെ 5 വയസ്സിൽ നഴ്സറി കൊണ്ടുപോയിട്ട് നോക്കിയപ്പോൾ ടീച്ചർ പറഞ്ഞു, മറ്റുള്ള കുട്ടികളുടെ അടുത്ത് ഇടപഴകൊന്നുമില്ലല്ലോ, ഇവർക്ക് ഒന്നും കൂട്ടുകെട്ട് കുറവല്ലേ, അങ്ങനെ മറ്റുള്ള കുട്ടികളുടെ അടുത്ത് ഇടപഴകില്ല. അപ്പോൾ ടീച്ചർ പിന്നെ ഓരോ കുട്ടികളെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഹൈപ്പർ ഉണ്ട് എനിക്ക്. അപ്പോൾ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ടീച്ചർ പറയാണ്ട് നമ്മളോട് പറഞ്ഞു കൊണ്ടുവരണ്ട, നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അത് നിർത്തി. വീണ്ടും ഞങ്ങൾ വീട്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഓരോ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ എങ്ങനെ കൊണ്ടുവരാം. സൈക്കിൾ എനിക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവൻ ഈ ചക്രം ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ മുന്നോട്ട് തന്നെ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ തുടങ്ങി.
അപ്പോൾ അതൊക്കെ ഞാൻ മുന്നോട്ട് പിന്നെ ആദ്യമൊക്കെ അവൻ ഒറ്റയ്ക്ക് സൈക്കിൾ ഓട്ടും, പിന്നെ ഞാനും ഒരു സൈക്കിളിൽ ഒപ്പം കൂടിയിട്ട് ഞാനാ ഫസ്റ്റ് നിഹാല ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനും സൈക്കിൾ അവൻ്റെ കൂടെ ചവിട്ടാൻ നോക്കും. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. പിന്നെ അക്ബർക്ക് തിരിച്ച് ഗൾഫിലോട്ട് തന്നെ പോകേണ്ട അവസ്ഥയായി, കാരണം എല്ലാം കൂടി താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടായി. അങ്ങനെ അക്ബർക്ക് തിരിച്ച് ഗൾഫിൽ പോയി. ഞങ്ങൾ വീണ്ടും കോങ്ങാട്ടിലോട്ട് തന്നെ താമസം മാറ്റി. അങ്ങനെ അവന് സ്കൂളിൽ ചേർന്ന് 1ാം ക്ലാസ് ഒരു പകുതിയിൽ പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഈ ഹൈപ്പർ കാരണം അവന് വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വണ്ടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി തല വെച്ചു. തലക്ക് പരിക്കേറ്റ് നല്ലൊരു ശക്തമായിട്ടൊരു ആക്സിഡൻ്റായി. അതിലെല്ലാം സ്റ്റോപ്പായി. ഇനി ഇവിടെ നിന്നുള്ള സ്റ്റോറി അടുത്തതിൽ പറയാം.